എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ചു കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന ഭാഗത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ വീണ്ടും ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കടന്നു വന്ന എല്ലാ ദൈവജനത്തിലും എന്നെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള വന്ദനവും സ്നേഹവും പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്നത് ദൈവസഭയെക്കുറിച്ചാണ്. എന്താണ് സഭയെന്നും കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമെന്നും ഒക്കെയുള്ള ചിന്തകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് ആദിമസഭയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ആദിമസഭയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയെങ്കിലും അതിന്റെ കണ്ടിന്യൂവേഷനായാണ് ഇന്ന് പകലിലും നാം ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് ആത്മീയ ദൂതിലേക്ക് കടന്നു പോകാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. എന്താണ് ആദിമസഭ? ആദിമസഭയെ കുറിച്ച് ദൈവിക ദൂതുകൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും പറവാനിടയായിത്തീർന്നു. സഭയുടെ ആദ്യത്തെ 35 വർഷത്തെ ചരിത്രം അടങ്ങിയ പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്താണ് ആദിമസഭയെ കുറിച്ച് കാണാനും പരിചയപ്പെടുവാനും സാധിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് ഒന്നാമത്തെ അധ്യായം മുതൽ അങ്ങോട്ട് നാം വായിക്കുമ്പോൾ സഭയെക്കുറിച്ചും സഭയുടെ വളർച്ചയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദിമസഭയെക്കുറിച്ച് നാം ആദ്യം ചിന്തിച്ചത് വളരുന്ന സഭയെന്നാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭയ്ക്ക് ഒട്ടനവധി പീഡനങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ നടുവിലും ക്ഷീണിച്ചും തളർന്നും പോയൊരു സഭയല്ല നമ്മൾ പരിചയപ്പെട്ടത്. മറിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും അതിന്റെ നടുവിൽ വളരുന്ന സഭയാണ് നാം കണ്ടത്. അതിന്റെ അർത്ഥം നട്ടവനും നനച്ചവനും നമ്മളല്ലെങ്കിലും, അല്ലെങ്കിൽ നട്ടവനും നനച്ചവനും ഏതുമില്ലെങ്കിലും വളർത്തുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സഭ വളരും. അത് നിശ്ചയമാണ്. പിന്നെ നാം ചിന്തിച്ചത് പ്രതികൂലം സഹിക്കുന്ന സഭയെക്കുറിച്ചാണ്. ആദിമസഭയിൽ ഇന്ന് കാണുന്നതിനേക്കാൾ അധികമായി ഒട്ടനവധി പ്രതികൂലങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായി മാറ്റപ്പെടുന്നതും പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ പ്രതികൂലം സഹിച്ച സഭയാണ്. ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും അവർ പ്രാപിച്ച അഭിഷേകമോ അവർ പ്രാപിച്ച സത്യമോ തള്ളിക്കളയാൻ തയ്യാറല്ലാതെ തങ്ങൾ പ്രാപിച്ചതിനെ മുറുകെ പിടിച്ച് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വിശ്വസ്തനാണെന്ന് അവർ പ്രാപിച്ച അഭിഷേകം അവരുടെ ജീവിതത്തിനകത്ത് തെളിയിപ്പാനിടയായി തീർന്നു. അടുത്ത് നാം ചിന്തിച്ചത് പ്രാർത്ഥിക്കുന്ന സഭയെ കുറിച്ചാണ്. സ്തോത്രം. അന്നും ഇന്നും വേണ്ടതൊരു കാര്യമാണ് സഭയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി തീരണം. പണമുണ്ടായ സഭയായി പോരാ. സ്തോത്രം. വാഹനങ്ങളുള്ള സഭയായാൽ പോരാ. സ്ഥലവും സൗകര്യങ്ങളുമുള്ള സഭയായാൽ പോരാ. പ്രാർത്ഥനയില്ലെങ്കിൽ സഭ സീറോയാണ്. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് മാത്രമേ വളർച്ചയുള്ളൂ. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് മാത്രമേ ദേശത്ത് ആധിപത്യം നടത്താൻ സാധിക്കൂ. പ്രാർത്ഥിക്കുന്ന സഭയിലൂടെ ദൈവം ദേശത്ത് ഉണർവായിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന സഭയിലൂടെ ദൈവം തന്റെ അത്ഭുതത്തെ വെളിപ്പെടുത്തത്തുള്ളൂ. പിന്നെ നാം ചിന്തിച്ചത് പ്രതികൂലങ്ങളിലും ശോഭിച്ച സഭ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്തും അവന്റെ മുഖം തേജസ് പോലെ ശോഭയുള്ളതായി തീർന്നു. കണ്ടോ, കല്ല് എറിയുമ്പോഴും കല്ലിന്റെ ഖനമോ കല്ലിന്റെ ആഴമോ കല്ലിന്റെ വീതിയോ കല്ലിന്റെ ഭാരമോ ഒന്നുമല്ല അവൻ പറഞ്ഞത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നാം കാണുന്നു കയീനും ഹബേലും ആരാധന കഴിക്കാൻ പോയിട്ട് കയീന്റെ ആരാധനയ്ക്കകത്ത് ദൈവപ്രസാദം ഉണ്ടായില്ല. എന്നാൽ ഹാബേലിന്റെ ആരാധനയ്ക്കകത്ത് ദൈവപ്രസാദം ഉണ്ടായി. ഇത് നിമിത്തം കയീൻ ഹാബേലിനെ കൊല്ലുവാൻ, ആദ്യത്തെ കൊലപാതകം സംഭവിപ്പാൻ ഇടയായി തീർന്നു. പക്ഷെ ഇവിടെ സ്തോത്രം പ്രതികൂലം സഹിച്ച സഭ. അവിടെ സ്തോത്രം ഹാബേലിന്റെ രക്തം കയീനെ കുറിച്ച് നിലവിളിക്കുകയാണ്. യഹോവയാം ദൈവം സ്തോത്രം കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരന്റെ രക്തം നിലവിളിക്കുന്നു എന്ന്. സ്തോത്രം. ഇവിടെ സ്തെഫാനോസ് കല്ലെറിയപ്പെടുമ്പോഴും സ്തെഫാനോസ് കല്ലിന്റെ ആഴമോ കല്ലിന്റെ ഖനമോ അല്ല അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ കല്ലെറിയുന്നവരുടെ മുഖം, പരിചിതമായ മുഖങ്ങളെ നോക്കി അവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞില്ല. മറിച്ച് കല്ലുകൾ തന്റെ ശരീരത്തിൽ
ആഴത്തിലേക്ക് തറയ്ക്കപ്പെടുമ്പോഴും അതിന്റെ നടുവിൽ താൻ കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും യഹോവയായ ദൈവവും തന്റെ ദൂതന്മാരും ആമേൻ ആമേൻ തന്റെ ആത്മാവിനെയും ആമേൻ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വരുന്നതുമാണ്. ആമേൻ സ്തോത്രം. സ്തെഫാനോസ് കണ്ട. അപ്പൊ പ്രതികൂലങ്ങളിൽ പ്രശോഭിച്ച സഭയാണ് എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളിൽ തേജസ് വർദ്ധിച്ച സഭ, പ്രതികൂലങ്ങളിൽ അഭിഷേകം വർദ്ധിച്ച സഭ, പ്രതികൂലങ്ങളിൽ മഹത്വം വർദ്ധിച്ച സഭ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കൊണ്ട് മതി, ഇവിടെ കൊണ്ട് നിർത്താം എന്ന് പറയുന്നതല്ല സഭ. പ്രതികൂലങ്ങളിൽ നിന്റെ തേജസ് വർദ്ധിക്കുന്നുവെങ്കിൽ, പ്രതികൂലങ്ങളിൽ നിന്റെ മഹത്വം വർദ്ധിക്കുന്നുവെങ്കിൽ, പ്രതികൂലങ്ങളിൽ ആമൻ ദൈവത്തിന്റെ ആമൻ അഭിഷേകം നിന്റെ അകത്ത് വർദ്ധിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് പ്രതികൂലങ്ങളിൽ ശോഭിക്കുന്ന സഭ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആമേൻ. പിന്നീട് നാം ചിന്തിച്ചത് ഐക്യതയുള്ള സഭ. നമ്മുടെ സഭകളിൽ ഏറ്റവും അധികം കുറഞ്ഞു വരുന്ന ഒന്നാണ് ആമേൻ ഐക്യത എന്ന് പറയുന്നത്. എന്നാൽ ആദിമസഭയില് എല്ലാം പൊതുവകയെണ്ണി ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കൂടി വന്ന ഒരു സഭയാണ് ആദിമസഭ എന്ന് പറയുന്നത്. അവിടെ നിന്റേത് എന്റേത് എന്നില്ല, നമ്മൾ ഒന്ന് എന്നുള്ള രീതിയിൽ ആത്മാവിന്റെ ഐക്യതയിൽ, ആത്മാവിന്റെ നടത്തിപ്പിൽ അവർ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആമേൻ കൂടി വരുന്നത് പതിവായിരുന്നു. ആമേൻ. ആദിമസഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആമേൻ സ്തോത്രം ദിനം പ്രതി കൂടി വരുന്ന സഭ. ഹല്ലേലൂയ. ആമേൻ. ആഴ്ചയിൽ ആമേൻ സ്തോത്രം ഒരു ദിവസം മാത്രമേ ആരാധനയ്ക്ക് വേണ്ടി ആമേൻ ഉള്ളെങ്കിലും ആമേൻ അന്നേ ദിവസവും സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിച്ച് സഭായോഗങ്ങൾ പങ്കെടുക്കാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ആമേൻ ചുറ്റുപാടൊക്കെയുണ്ട്. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ ആമേൻ സ്തോത്രം ഒന്ന് മുടക്കണം, അല്ലെങ്കിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒന്ന് പോകാതിരിക്കണമെന്ന് കാരണം കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടൊക്കെയുണ്ട്. പക്ഷേ എന്നാൽ അതിന്റെ നടുവിൽ ആമേൻ സ്തോത്രം ഒരു ദിവസത്തേതിനു വേണ്ടി നമ്മൾ ആമേൻ പോകാതെ നോക്കുമ്പോൾ ആദിമസഭ ആഴ്ചയിൽ ഒന്നല്ലായിരുന്നു, മറിച്ച് അവർ ദിനം പ്രതി കൂടി വരുവായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവർ ആലയത്തിൽ കൂടി വരുവായിരുന്നു. എല്ലാ ദിവസവും അവർക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർക്ക് ആരാധനയുണ്ടായിരുന്നു. ഒരു ചൊവ്വ മാത്രമല്ല, ഒരു വെള്ളി മാത്രമല്ല, ഒരു ബുധൻ മാത്രമല്ല, ഒരു ഞായർ മാത്രമല്ല, മറിച്ച് എല്ലാ ദിവസങ്ങളിലും അവർക്ക് ആരാധനയുണ്ട്. അതാണ് ആദിമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദിനം പ്രതി കൂടി വരുന്ന സഭയായിരുന്നു. അടുത്ത പദം ഹൃദയപരമാർത്ഥികളുടെ കൂട്ടം, അസൂയുള്ളവരുടെ കൂട്ടമല്ല. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തകർക്കണമെന്ന് ആമേൻ ചിന്തിക്കുന്നവരുടെ കൂട്ടമല്ല, ഹൃദയപരമാർത്ഥതയുള്ളവരുടെ കൂട്ടമാണ്. ഹൃദയപരമാർത്ഥതയുള്ളവരുടെ കൂട്ടത്തിനകത്തെ ദൈവം അത്ഭുതം ചെയ്യൂ. ഹൃദയപരമാർത്ഥതയുള്ളവരുടെ അകത്തെ ആമേൻ ദൈവം വിടുതലയക്കോ. ആമേൻ. ആമേൻ. ഹൃദയപരമാർത്ഥികൾ ആമേൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യവും ഇറങ്ങി വരുന്നത്. ആമേൻ. അടുത്ത പദം ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടമായിരുന്നു. അതെ, ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടമായിരുന്നു. ആരാധനകളിൽ പങ്കെടുക്കുന്നവർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കയ്യൊന്നടിക്കാൻ ആമേൻ സ്തോത്രം ആമേൻ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പറഞ്ഞെങ്കിലേ പലപ്പോഴും കരങ്ങൾ അടിക്കത്തുള്ളൂ, പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുള്ളൂ. പലർക്കും ബുദ്ധിമുട്ടാണ് കരമടിക്കാനും ആമേൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ. ആമേൻ ഹല്ലേലൂയ. കൃത്യസമയം നോക്കി സമയമാകുമ്പോൾ ആമേൻ പോകാനും ആമേൻ ആഗ്രഹത്തോടെയാണ് ആളുകൾ സഭയിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ കാലയളവിൽ. പക്ഷേ അതിന്റെ നടുവിൽ ആദിമസഭയുടെ പ്രത്യേകത അവർ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടമായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നിങ്ങളുടെ വീടിനകത്ത് എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, ദൈവത്തെ ആരാധിക്കുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിങ്ങൾ കുറവ് കാണിക്കരുത്. അത് നിങ്ങളുടെ വീട്ടിൽ സൗകര്യം പോരായിരിക്കാം, നിങ്ങളുടെ വീട് വാടകയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയായിരിക്കാം, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശില്ലായിരിക്കാം, ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആമേൻ സ്തോത്രം സ്തുതിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. അവനെ സ്തുതിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറായാൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ പിശുക്ക് കാണിക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറായാൽ ആമേൻ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരും. ആമേൻ. സ്ഥലമേതെന്നോ സാഹചര്യമേതെന്നോ നോക്കാതെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ അഭിഷേകം പ്രാപിച്ച കർത്തൃദാസന്മാർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ചെങ്ങല
മേഖലകൾ പൊട്ടിമാറിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ അവസ്ഥകളോ നിന്റെ സാഹചര്യങ്ങളോ പരിധികളോ പരിമിതികളോ വെക്കാതെ ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിക്കാൻ നീ സമയം മാറ്റിവെച്ചാൽ നിശ്ചയം ആമേൻ കെട്ടുപൊട്ടും, അത്ഭുതം നിന്റെ വീടിനകത്ത് സംഭവിക്കും. നിശ്ചയമായിട്ട് ദൈവം തന്റെ പ്രവൃത്തിയെ അതിശീഘ്രമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തരും. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടമായിരുന്നു ആദിമസഭ. പറഞ്ഞു നിർത്തിയത് സ്തോത്രം, ദൈവാത്മനിറവുള്ള സഭ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആത്മനിറവുള്ള സഭയായിരുന്നു ആദിമസഭ. അവിടെ കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തിയത്. ആത്മനിറവുള്ള സഭയായിരുന്നു. ഇന്നത്തെ നമ്മുടെ ആത്മനിറവ് അവിടുന്നാണ്. ഇന്ന് ചിന്തിക്കുന്നത് അവിടുന്നാണ്. ആത്മനിറവുള്ള സഭ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ആത്മനിറവ് കീബോർഡിന്റെ താളത്തിനൊത്ത ആത്മനിറവാണ്. ഇന്നത്തെ ആത്മനിറവ് വർഷിപ്പ് ലീഡറിന്റെ ഒഴുക്കിനൊത്ത ആത്മനിറവാണ്. ഇന്നത്തെ ആ ആത്മനിറവ് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മനിറവാണ്. ഇന്ന് പകൽ ആ ആത്മനിറവിനെ കുറിച്ചല്ല 365 ദിവസവും 24 മണിക്കൂറും ആമേൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ തലത്തെയാണ് പരിശുദ്ധാത്മാവ് ആത്മനിറവ് എന്ന് പറയുന്നത്. അവൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ഒന്നല്ല ആത്മനിറവ് എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവവിധനാണോ നീ? അവന്റെ രക്തത്താൽ നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണോ? നീ ആത്മനിറവുള്ളവരാണ്. നീ ആത്മനിറവ് പ്രാപിച്ചവരാണ്. ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ചില ദൈവപ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അയച്ച് നിങ്ങളെ മാനിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല? ഈ പകൽക്കാലം യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുപ്പാൻ തയ്യാറായാൽ, അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തയ്യാറായാൽ നിശ്ചയം ഈ പകലിൽ ചില വിടുതലുകൾ നീ അനുഭവിച്ചറിയാൻ പോകുക. ആത്മനിറവുള്ള സഭയായിരുന്നു ആദിമസഭ എന്ന് പറയുന്നത്. എവിടെയെല്ലാമാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ ആത്മനിറവ് വ്യാപരിക്കുന്നത്? ആദിമസഭയിൽ എവിടെയെല്ലാമാണ് ആത്മനിറവ് വ്യാപരിച്ചത്? 5 തലങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ 5 തലങ്ങളെ പരിചയപ്പെടുത്തുന്നു. എവിടെയെല്ലാം ആത്മാവിന്റെ നിറവ് വ്യാപരിക്കണമെന്ന് പൗലോസ് പരിചയപ്പെടുത്തി തുടങ്ങുകയാണ്. വായിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം. ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊണ്ട് തുടങ്ങുക 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ തുടങ്ങുക ആത്മനിറവിന്റെ വിവിധ തലങ്ങൾ. എഫെസ്യ ലേഖനത്തിൽ നിന്ന് മാത്രമാണ് ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. ആത്മനിറവിന്റെ വിവിധ തലങ്ങൾ. ഒന്ന്, ആമേൻ സ്തോത്രം, എവിടെയെല്ലാമാണ് ആത്മനിറവ് വ്യാപരിക്കപ്പെടേണ്ടത്? എവിടെയെല്ലാമാണ് ആത്മനിറവ് വ്യാപരിക്കപ്പെടേണ്ടത്? ഒന്നാമത്തെ തലം ആണ് നാം വായിച്ചു കേട്ട വേദഭാഗം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വായിച്ചേ അടുത്ത പദം. ആത്മാവ് നിറഞ്ഞവരായി. കണ്ടോ? അപ്പൊ വീഞ്ഞു കുടിക്കരുത്. വീഞ്ഞു കുടിച്ചാൽ മത്തുണ്ടാകും, മത്തു പിടിച്ചാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ അടുത്ത പദം ആത്മാവിൽ നിറയുന്നവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആത്മനിറവ് വ്യാപരിക്കേണ്ട മേഖല
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ് ഒന്നാമത് ആത്മനിറവ് വ്യാപരിക്കേണ്ടത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അവൻ ഇടപെടുകയാണ്. ആത്മനിറവ് വ്യാപരിക്കേണ്ടത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലാണ് ആദ്യം ആത്മനിറവ് വ്യാപരിക്കേണ്ടത്. അതാണ് ഞാൻ ആമേൻ സ്തോത്രം ആത്മാവിൽ പറഞ്ഞത്. ഹല്ലേലൂയ. എന്താണ് ആമേൻ സ്തോത്രം? 24 മണിക്കൂറും 365 ദിവസവും ആത്മാവിൽ നിറയുന്നവരായി, ആത്മനിറവുള്ളവരായി തീരണം. നമ്മുടെ വാക്കില്, സംസാരത്തില്, പ്രവൃത്തികളില് അവൻ എല്ലാം ആ ആത്മനിറവ് വ്യാപരിക്കപ്പെടണം. 3 മണിക്കൂർ 4 മണിക്കൂർ ആമേൻ സ്തോത്രം 2.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മാത്രം അവൻ കേവലം ആത്മനിറവ് നിന്നാൽ പോരാ. സഭയിൽ വരുമ്പോൾ മാത്രമുള്ള ആത്മനിറവല്ല. ആമേൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ആമേൻ ഉള്ള ആത്മനിറവല്ല. ആമേൻ ആരാധിക്കുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ആത്മനിറവല്ല. ആമേൻ അല്പസമയങ്ങൾ മാത്രം ആത്മാവിൽ നിറയും, പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ആത്മനിറവ് നഷ്ടപ്പെടും. അത് ആത്മനിറവല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ദുർനടപ്പുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാവിൽ നിറയുന്നവരായി തീരണം. വ്യക്തിപരമായി പരിശുദ്ധാത്മ പറയുക, ആത്മനിറവ് എവിടെ വ്യാപരിക്കണം? ഒന്നാമത്തെ തലം വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മനിറവ് വ്യാപരിപ്പാൻ ഇടയായിത്തീരണം. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ട് ആമേൻ കൊല്ലുമ്പോഴും ആമേൻ സ്തോത്രം സ്തെഫാനോസ് കല്ലിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കലമോ അല്ലെങ്കിൽ എറിയുന്നവരുടെ മുഖമോ പരിചയമുള്ള മുഖമോ ഓർത്തില്ല, മറിച്ച് അതിന്റെ നടുവിൽ ആത്മനിറവുള്ളവൻ കണ്ടത് പ്രതികൂലങ്ങളുടെ നടുവിലും സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ തന്നെ എതിരേൽപ്പാൻ വരുന്നതും കണ്ടത്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാൻ ആത്മനിറവുള്ളവൻ പ്രതികൂലങ്ങളുടെ നടുവിലും അസാധാരണമായ കാഴ്ചകൾ കാണും. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് അവൻ കഷ്ടതകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒരുപക്ഷെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആത്മനിറവ് നിന്റെ ജീവിതത്തിനകത്ത്, ലൈഫിനകത്ത് വെളിപ്പെട്ടാൽ ഉറപ്പാണ് ആത്മനിറവുള്ള ഒരു ജീവിതം നിന്റെ ജീവിതത്തിനകത്ത് അവൻ വെളിപ്പെട്ടു വന്നാൽ നിശ്ചയമാണ്. ആത്മനിറവ് ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നാൽ അവൻ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ഉണ്ടാകും. അസാധാരണമായ കാര്യങ്ങൾ കാണുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവരായിട്ടാണ്. പൗലോസിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ആത്മനിറവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെളിച്ചപ്പാടത്തേക്കായ സ്ത്രീ ആമേൻ അത്യുന്നതന്റെ ആമേൻ ഹല്ലേലൂയ ദൂതിനെ പ്രഘോഷിക്കാൻ വന്നവർ എന്ന് അവരെ നോക്കി പലതവണ വിളിച്ചു പറഞ്ഞപ്പോഴും ആത്മാവിൽ അതിനെ വിവേചിച്ച് ആമേൻ അതിനെ ശാസിക്കാൻ തയ്യാറായി തീർന്നത് എന്തുകൊണ്ടാണ്? കാരണം വ്യക്തിപരമായ ആത്മനിറവുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായ ആത്മനിറവ് വ്യാപരിക്കണം. 2-ാമത്തെ അധ്യായത്തിന്, പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിനകത്ത് ആത്മനിറവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ 3-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ സുന്ദരവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ സമയമായ 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും കടന്നു ചെല്ലുകയാണ്. പത്രോസും യോഹന്നാനും ആമേൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം ജന്മനാ ആമേൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ചതിന്റെ കാരണം വ്യക്തിപരമായി ആത്മനിറവ് വ്യാപരിച്ചതുകൊണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. വ്യക്തിപരമായി ആത്മനിറവ് വ്യാപരിക്കപ്പെട്ടാൽ നിശ്ചയമായിട്ടും നീ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. നീ പ്രാർത്ഥിക്കുന്നിടത്ത് സൗഖ്യങ്ങൾ വെളിപ്പെടും. ആമേൻ ആമേൻ ആമേൻ. നീ ആരാധിക്കുന്ന വിഷയത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികളെ വെളിപ്പെടാൻ ആമേൻ 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 സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾ ആത്മാവിൽ നിറയുന്നവരായി തീരണം. വ്യക്തിപരമായി നിങ്ങൾ ആത്മനിറവുള്ളവരായി തീരണം. പ്രിയരെ, ആരാധനയിൽ മാത്രം വെളിപ്പെടുന്ന ഒരു ആത്മനിറവ് വേണ്ട നമുക്ക്. മറിച്ച് 365 ദിവസവും 24 മണിക്കൂറും ആ നിറവിൽ നിൽപ്പാനുള്ള ദൈവത്തിന്റെ കൃപ എനിക്ക് തരണമേ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ ഒരു പ്രാർത്ഥന നിന്റെ ആദരത്തിൽ നിന്നും പുറത്തു വന്നാൽ നിശ്ചയമാണ് ആത്മനിറവ് നിന്റെ വ്യക്തി ജീവിതത്തെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ആമേൻ ആത്മനിറവ് മാറ്റിമറിക്കാൻ പോകുകയാണ്. നീ ആത്മാവിൽ നിറയുന്നവരായി തീരണം. സ്തോത്രം. ആത്മനിറവുള്ളവരായിട്ട് വ്യക്തി ജീവിതത്തിൽ, വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മനിറവ് വ്യാപരിപ്പാനിടയായിത്തീരണം. എന്നെങ്കിൽ മാത്രമേ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ. ആത്മനിറവ് വ്യാപരിച്ചതുകൊണ്ടാണ് സ്തോത്രം ലുദിയാന്റെ ഹൃദയം വചനം കേട്ടപ്പോൾ തുറപ്പാനിടയായി തീർന്നത്. സ്തോത്രം.
ആമേൻ ആമേൻ. ശീമോനുള്ളതായ ഒരു പടകിൽ യേശു കർത്താവ് കയറി നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് ആമേൻ ആമേൻ ഈ പടകിനെ ശൂന്യതയെ തിരിച്ചറിഞ്ഞ് യേശു കർത്താവ് വല വീശാൻ ആവശ്യപ്പെടുകയും പെരുത്ത മീൻകൂട്ടത്തെ കിട്ടിയത് ആത്മനിറവ് വ്യാപരിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽ വ്യക്തിപരമായ ആത്മനിറവ് വ്യാപരിക്കപ്പെടണം. വ്യക്തിപരമായ ആത്മനിറവ് വ്യാപരിക്കപ്പെടണം. അവൻ ഒരു സാഹചര്യത്തിലും നമ്മുടെ ആത്മനിറവിനെ കെടുത്തുന്ന ഒരു സാഹചര്യങ്ങളുടെ മുമ്പിലും നാം വിട്ടുകൊടുക്കരുത്. ആമൻ ആത്മനിറവിനെ തല്ലിക്കെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾക്കകത്തും ആമൻ നമ്മളെ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായി ആത്മനിറവ് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യാപരിപ്പാൻ ഇടയായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളെ സംഭവിക്കത്തുള്ളൂ. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മനിറവ് വ്യാപരിക്കപ്പെടണം. ഞാൻ 24 മണിക്കൂർ ആത്മനിറവിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മനിറവിന്റെ അനുഭവം ജീവിതത്തിലൂടെ വെളിപ്പെട്ട് കാണുമ്പോഴാണ് ആത്മനിറവുള്ളവരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അവൻ പറഞ്ഞു നടക്കുന്നതല്ല ആത്മനിറവ്, അനുഭവിച്ചറിയുന്നതിനെയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മനിറവ് വെളിപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹമായി തീരുകയുള്ളൂ. ലേഖനം 5-ാം അധ്യായം അവൻ തുടർന്ന് താഴോട്ട് വായിക്കാം. 22 മുതൽ 32 വരെയുള്ള വേദഭാഗം വായിച്ചാട്ടെ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ അവനോട് വചനത്തോടു കൂടി ജലസ്ഥാനത്താൽ വെളിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും ചുരുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിലനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഡത്തിൽ നിന്നും പറിച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ കൂട്ടിപ്പിളർത്തുകയും ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രയും പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താങ്കളുടെ ഭാര്യയെ തന്നെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്തെ പദം വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മനിറവ് വെളിപ്പെട്ടു വരണം. രണ്ടാമത് നാം വായിച്ച വേദഭാഗത്തിനകത്ത് 22 മുതലുള്ള വേദഭാഗത്തിനകത്ത് ആമേൻ സ്തോത്രം പറയുന്ന കുടുംബ ജീവിതത്തിനകത്ത് ആത്മനിറവ് വെളിപ്പെട്ടു വരണം. കുടുംബ ജീവിതത്തിനകത്ത് ആത്മനിറവ് വെളിപ്പെട്ടു. അപ്പം എഫേസ്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഒരു ആത്മീകന്റെ ജീവിതത്തിൽ എവിടെയെല്ലാം ആത്മനിറവ് വെളിപ്പെടണം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ആദ്യം അമ്മൻ സ്തോത്രം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ വ്യക്തിപരമായി നിങ്ങൾ ആത്മാവിൽ നിറയണം, ആത്മനിറവ് ഉള്ളവരായിരിക്കണം എന്ന് പ്രബോധിപ്പിച്ചു കഴിഞ്ഞ് 22 മുതലുള്ള 10 വാക്യങ്ങളിൽ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയും, വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രം ആത്മനിറവ് പോരാ, കുടുംബ ജീവിതത്തിൽ ആത്മനിറവ് ഉണ്ടായിരിക്കണം. കുടുംബ ജീവിതത്തിൽ ആത്മനിറവ് ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം സന്തുഷ്ടമായി തീരുകയുള്ളൂ. പഴയ നിയമത്തിനകത്ത് യോശുവ പറയുന്നു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവയ്ക്ക് പറയാൻ കഴിഞ്ഞതിന്റെ കാരണം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആത്മനിറവ് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ സ്തോത്രം ഹല്ലേലൂയ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പം വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, കുടുംബ ജീവിതത്തിനകത്തും ആത്മനിറവുള്ളവരായിരിക്കണം. പ്രിയ, ആത്മനിറവ് കുടുംബ ജീവിതത്തിനകത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മരണം സംഭവിക്കാം. എന്താണ് തെളിവ്? പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 2 പേരെ പരിചയപ്പെടുന്നുണ്ട്, അനനിയാസും സഫീറയും. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച കുടുംബം, പരിശുദ്ധാത്മാവിനോട് ഭോഷ്ക്ക് സംസാരിച്ച കുടുംബം. ആമേൻ 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 ഹല്ലേലൂയ. അവർ സ്തോത്രം നിലം വിറ്റിട്ട് സ്തോത്രം ഹല്ലേലൂയ നിലം വിറ്റത് മുഴുവനും ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കാതെ അവർ ശത്രുവരുടെ ഹൃദയങ്ങളെ വശീകരിച്ച് അല്പം പണം മാറ്റിവെച്ച്
അവൻ അനനിയാസിന്റെ കയ്യിൽ കൊടുത്തു വിടുക. അവൻ ദൈവപുരുഷനായ പത്രോസിന്റെ അടുക്കൽ ചെന്ന് അത് കൊടുക്കുമ്പോൾ അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു പദം, പ്രിയരെ, ഈ പണം വാങ്ങിച്ച് സ്വത്രം പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ് ഇന്ന് കാണുന്നത്. എന്നാൽ അന്നത്തെ അഭിഷേകമുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി നിങ്ങളൊന്ന് നോക്കിക്കേ. ആത്മനിറവ് അപ്പോസ്തലനിൽ വ്യാപരിക്കപ്പെട്ടു. അനനിയാസ് കൊണ്ടുവന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ ആത്മനിറവുള്ള അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു പദമുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടല്ല, ആരാധിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇത് വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ച് അല്പനേരം കഴിഞ്ഞിട്ടല്ല, അവൻ ആ പണം കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഇത്രയ്ക്കോ നിലം വിറ്റത്? നിങ്ങൾ ഇത്രയ്ക്കോ നിലം വിറ്റത്? അടുത്ത പദം അനനിയാസ് പറയുക, അതെ. ഉടനെ അപ്പോസ്തലൻ പറയാ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നുവോ? സ്തോത്രം. എത്ര വലിയ ആത്മനിറവാണ് അപ്പോസ്തലന്റെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായി ഉണ്ടായത്. സ്തോത്രം. പണം വാങ്ങിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വൈകുന്നേരം അല്ല പറഞ്ഞത്, കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ അപ്പോസ്തലൻ ചോദിക്കുക, ഇത്രയ്ക്കോ? എന്താ ചോദിക്കാൻ കാരണം? തന്റെ അകത്ത് ആത്മനിറവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്തോത്രം, അവന്റെ അകത്ത് വിവേചനത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കും. ആത്മനിറവുള്ള ഒരു മനുഷ്യന് മാത്രമേ മറ്റുള്ളവരെ വിവേചിക്കാൻ സാധിക്കത്തുള്ളൂ. സാഹചര്യങ്ങൾ അനുസരിച്ച് വിലയിരുത്തുന്നതിന്റെ പേരല്ല വിവേചനം എന്ന് പറയുന്നത്, മറിച്ച് ആത്മാവിലുള്ള വിവേചനം വേറെയാണ്. സ്തോത്രം. അതിലേക്ക് പോകുന്നില്ല. അപ്പം ആത്മാവിലുള്ള വിവേചനം ആവശ്യമാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പറയാം, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന് പറയുമ്പോൾ അനനിയാസ് അവിടെ പട്ടുവീഴുകയാണ്. അനനിയാസ് പട്ടുവീഴുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് അവനെ അടക്കം ചെയ്യുന്നു. എന്നാൽ ഇതറിഞ്ഞ സഫീറ സ്തോത്രം വീണ്ടും അപ്പോസ്തലന്റെ അടുക്കൽ വന്നിട്ട് ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഉടനെ സ്തോത്രം അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്. നിന്റെ ഭർത്താവിനോട് ചേർന്ന് നീയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചോ? നിന്റെ ഭർത്താവിനെ അടക്കിയവരുടെ കാൽ വാതിക്കൽ ഉണ്ട് എന്ന് പറയുകയും അവൾ പട്ട് വീഴുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാൻ കുടുംബമായി സ്തോത്രം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ ആത്മനിറവ് നഷ്ടപ്പെട്ടു പോകും. ആത്മനിറവിൽ നിന്ന് നിങ്ങൾ അന്യപ്പെട്ടു പോകും. ദൈവാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾ അന്യപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ ശിക്ഷ മരണമെന്നും പുസ്തകം തന്നെ നമ്മെ വെളിപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. കുടുംബജീവിതത്തിൽ കുടുംബമായി ഒന്നിച്ച് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ കുടുംബങ്ങൾ തകർന്നു പോകാൻ ഇടയുണ്ട്, കുടുംബങ്ങൾ ശിഥിലമാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് കീഴടങ്ങി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ സ്തോത്രം എന്റെ കുടുംബ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം എത്രത്തോളം അത് വെളിപ്പെടുത്താമെന്നതാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടത്. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മനിറവ് വ്യാപരിക്കണം. 2, കുടുംബ ജീവിതത്തിൽ ആത്മനിറവ് വ്യാപരിക്കണം. ആത്മനിറവ് നഷ്ടപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെയും ദൈവത്തെയും പോലും ഭയമില്ലാതെ സ്തോത്രം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ മനസ്സുവെക്ക്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലുമുള്ള എല്ലാ കുടുംബങ്ങളിലുമുള്ള വ്യാജത്തരങ്ങൾ, കള്ളത്തരങ്ങൾ ഇന്ന് പകൽ പൊളിഞ്ഞു മാറട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരട്ടെ, ആത്മനിറവുള്ള കുടുംബമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു എന്ന് പറയണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ കുടുംബം ആത്മനിറവുള്ള കുടുംബമായി തീരണം. മറ്റൊരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം. പുതിയ നിയമത്തിനകത്ത് മറ്റൊരു കുടുംബമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അലക്സാണ്ടറും രൂഫോസും അവന്റെ അപ്പനായ കുറേനക്കാനായ ശിമോനും എന്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. ക്രിസ്തുവിന്റെ ക്രൂശ് അറിഞ്ഞോ അറിയാതെയോ ശീമോൻ ചുമന്ന നിമിത്തം അവന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരായി തീർന്ന പൗലോസ് പറയുന്നു, ഇവർ ശീമോന്റെ തലമുറകളല്ലയോ അലക്സാണ്ടറും രൂഫോസും. പ്രിയരേ, ഇന്ന് പകലിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മനിറവ് വെളിപ്പെട്ടാൽ അത് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കപ്പെടും. നിന്റെ തലമുറകൾ വഴിവിടച്ചു പോകത്തില്ല, നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ തലമുറകൾ ജീവന്റെ അവകാശത്തിന് കൂട്ടവകാശ
അവകാശികളായിത്തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനം. ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അവൻ കുറേനക്കനായ ശിമോന്റെ കുടുംബം. തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരാണെന്ന് അവൻ ശക്തനായ അവൻ സഭയുടെ അപ്പോസ്തലൻ പൗലോസ് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽ മറന്നു പോകരുത്. അവനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത ശുശ്രൂഷകൾ വലുതാണ്. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഒരു കുടുംബം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു തകർന്നു പോയപ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. അവൻ അപ്പോസ്തലൻ വിളിച്ചു പറയുക, വ്യാജം കാണിച്ചു തകർന്നു പോയ ഒരു കുടുംബത്തെ നിങ്ങൾക്കറിയത്തുള്ളെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ട്. ആ കുടുംബങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ട്. ഇന്ന് പകൽ ആത്മനിറവ് നിന്റെ വീടിനകത്ത് വ്യാപരിക്കട്ടെ. ഭവനത്തിന്റെ അകത്തളങ്ങളിൽ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും എല്ലാ കലഹത്തിന്റെ ദുരാത്മാക്കളും ഇന്ന് പകൽ കുടുംബങ്ങളെ വിട്ടുമാറി കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടുന്ന വിധത്തിൽ ആത്മനിറവിന്റെ നദി ഇന്ന് പകൽ ചില കുടുംബങ്ങളെ കീഴടക്കാൻ പോകുന്നു. ഒരു ആത്മനിറവിന്റെ നദി മുൻപോളമല്ല, അരയോളമല്ല, നീന്തിയാലും കടപ്പാൻ കഴിയാത്ത ആത്മനിറവിന്റെ നദി ഇന്ന് പകൽ ചില കുടുംബങ്ങളെ കീഴടപ്പാൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ ജീവജലത്തിന്റെ നദികൾ ഇന്ന് പകൽക്കാലം ഒഴുകുകയാണ്. അടുത്ത പദം വായിച്ച് 6-ാം അധ്യായം 1 മുതൽ 4 വരെ. സ്തോത്രം. അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുമെങ്കിൽ ഭൂമിയിൽ ദീർഘായുസ്സ് വയ്പ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കാം എന്നതോ വാക്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ പാദശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ. മതി 6-ന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിച്ചത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെയും അകത്തളങ്ങളിൽ ആത്മനിറവ് വ്യാപരിക്കണം. 5-18 മുതൽ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ 22 മുതൽ ആത്മനിറവ് കുടുംബ ജീവിതത്തിൽ വ്യാപരിക്കണമെങ്കിൽ 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുക, അവിടെ കൊണ്ട് നിർത്തരുത്. ആത്മനിറവ് മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും വ്യാപരിക്കപ്പെടണം. അതാ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. അലക്സാണ്ടറും രൂപോസും പിതാവായ കുറേനക്കാനായ ശിമോനും മാതാപിതാക്കളിൽ കുഞ്ഞുങ്ങളിലുമുള്ള ആത്മനിറവ് കണ്ടോ. പഴയ നിയമത്തിനകത്ത് തകർക്കപ്പെട്ടു പോയൊരു കുടുംബത്തെ പരിചയപ്പെടുത്താം. അവൻ പേര് ഏലിയുടെ കുടുംബം. അവൻ എലി പുരോഹിതന്റെ മക്കൾ. അവൻ എലി പുരോഹിതന് തന്റെ കാലയളവ് കഴിയുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നു ചെയ്യുവാൻ തന്റെ മക്കളാണ് ആ സ്ഥാനത്തെ കടന്നു വരേണ്ടത്. താൻ എന്താണോ ചെയ്തു നിർത്തുന്നത് അവിടെ കൊണ്ട് ചെയ്തു തുടങ്ങാൻ മക്കളാണ് തുടർന്ന് ശുശ്രൂഷയ്ക്ക് വരേണ്ടത്. എന്നാൽ പാപം ചെയ്ത് സ്തോത്രം അവർ വഴിപിടിച്ചു പോയപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് അവർ യോഗ്യരല്ലാതായി പോയപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തെ തമ്പുരാൻ തുറന്ന് സ്തോത്രം ഒരു ശമൂവേലിന്റെ ദൈവം ജന്മം കൊടുത്ത് ബാല്യത്തിൽ തന്നെ ദൈവശബ്ദം കേട്ട് ആലയത്തിനകത്ത് വളർന്നു വന്ന് കരുത്തനായ ശക്തനായ പ്രവാചകനായി തീർന്ന് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൈമാറാം. ഏലിയുടെ മക്കൾ ചെയ്യേണ്ട ശുശ്രൂഷ, ഏലിയുടെ മക്കൾ തോറ്റുപോയെടുത്ത് അവൻ പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തിനകത്തു നിന്നും ദൈവം പുറത്തെടുത്ത ശമൂവേലിലൂടെ ഏലിയുടെ മക്കളെക്കാളും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് ശമൂവേലിനെ ദൈവം അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടോ, ബാല്യത്തിലെ ദൈവശബ്ദം കേട്ടവൻ, ബാല്യത്തിലെ ആലയത്തിനകത്ത് വളർന്നു വന്നവൻ ഇന്ന് പകലിൽ മറന്നു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മനിറവ് വ്യാപരിക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മനിറവ് വ്യാപരിക്കപ്പെടട്ടെ. മാതാപിതാക്കളിൽ കുഞ്ഞുങ്ങളിൽ ആത്മനിറവ് വ്യാപരിക്കപ്പെടട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൊണ്ട് പറയുന്ന ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ
എന്റെ ആത്മാവിനെ പകരും. അടുത്ത പദം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരേപോലെ ആത്മനിറവിലേക്ക് കടന്നു വരുന്ന ആത്മനിറവ് വ്യാപരിക്കപ്പെടട്ടെ. മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലുമുള്ള എല്ലാ ഭിന്നതകളും ഇന്ന് പകൽക്കാലം തച്ചുടയപ്പെട്ട് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ അകത്തളങ്ങളിൽ ആത്മനിറവിന്റെ വ്യാപാരം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. അഭിഷേകമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കരുത്തുള്ള, അഭിഷക്തന്മാർക്ക് ജന്മം നൽകാൻ കരുത്തുള്ള ആമേൻ ഒരുപറ്റം തലമുറകൾ, ഒരുപറ്റം മാതാപിതാക്കൾ ഈ ദിവസങ്ങൾ ആത്മഭാരത്തോടെ ആത്മനിറവോടെ പുറത്തു വരട്ടെ. കണ്ടോ, പഴയ നിയമത്തിനകത്ത് ആമേൻ 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 ഏലിയുടെ മക്കൾ തെറ്റിപ്പോയിടത്തു നിന്നു തമ്പുരാൻ ഒരാളെ പൊക്കി എഴുന്നേൽപ്പിക്കുകയാ. ശമൂവേൽ കണ്ടോ, പരാജയപ്പെട്ടു പോയി. ആ ഏലിയുടെ മക്കൾ വഴിവിളിച്ചു പോയി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ. ആദിമ ദമ്പതിമാരെ നോക്കിക്കേ, ആദമും ഹവ്വയും തോറ്റുപോയി. എവിടെ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ വെച്ച് നൂറ്റാണ്ടുകൾ ജീവിച്ചെങ്കിലും ആമേൻ 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 പിശാചിന്റെ പ്രവൃത്തിയിൽ അവർ കുടുങ്ങിപ്പോയി. അവരാരാണെന്നുള്ള വെളിപ്പാട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പിശാച് അവരെ അവൻ പാപത്തിലേക്ക് തള്ളിയിട്ടപ്പെട്ടു. ആമേൻ ആമേൻ. ലഭിച്ച തേജസ് നഷ്ടപ്പെട്ടു പോയി. അവർ നഗ്നരെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ഉടുപ്പാൻ വസ്ത്രം അന്വേഷിച്ചോ. മഹോന്നതനായ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ ഓടി ഒളിക്കപ്പെട്ടു. ആമേൻ. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതവേ ഹൗവേ നിങ്ങൾ എവിടെ? ഹല്ലേലൂയ. കാലൊച്ച കേൾക്കുമ്പോഴേ ഓടി വരുന്ന ആദമിനെ കാണാനില്ല. ഹോവയാം ദൈവത്തിന്റെ കാലൊച്ച കേട്ടിട്ടും ആമേൻ 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 ഏതൊരു പൂങ്കാവനത്തിനകത്ത് ആമേൻ ആമേൻ ഓടി വരുവാൻ കരുത്തുള്ള ആദം ഓടി വരുന്നില്ല. എന്താണ് കാര്യം? അതവേ നീ എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞ അവർ മറയ്ക്കാനിടയായി തീർന്നു. തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ നഗ്നരാണെന്ന് ആര് പറഞ്ഞു? ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ വൈകിട്ടും നിങ്ങളുടെ കൂടെ ഞാൻ നടന്നതല്ലേ? ആമേൻ ആമേൻ ആമേൻ. പക്ഷേ ഇന്നെന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? പാപം നിങ്ങളെ തകർത്തു കളഞ്ഞു, പാപം നിങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു, പാപം നിങ്ങളെ തേജസ് നഷ്ടപ്പെടുത്തി ആമേൻ നഗ്നരാക്കി മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ശരീരത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ കർത്താവേ ആ ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു യഹോവ. എന്റെ അടിപ്പിടലാതെ സൗഖ്യം വന്നുമിരിക്കുന്നു. എന്റെ വചനമായ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യമത്തിനെ അനുഗ്രഹിക്കുന്നു എന്നീ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗശക്തികൾ അഴിയപ്പെട്ട് ഈ ശരീരത്തിന്റെ മേൽ ആത്മനിറവ് വ്യാപരിച്ചു തുടങ്ങട്ടെ. എല്ലാ രോഗത്തിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ്. പിശാചേ, ഈ ആലയത്തിനകത്ത്, ഈ മന്ദിരത്തിനകത്ത് നിനക്ക് യാതൊരു അനുവാദങ്ങളുമില്ല. ഒരു വലിയ സൗഖ്യം വെളിപ്പെട്ടു വരട്ടെ. ഈ ശരീരം ഹീലാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എന്റെ അടിപ്പിടരാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വചനം അയച്ചു സൗഖ്യമാക്കുന്നു. രോഗശാന്തിയും ആരോഗ്യം വരുത്തി അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ കരം അഴിപ്പെട്ടു വരട്ടെ. ഫ്രീ ആകട്ടെ കർത്താവ്. എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ പിതൃപുത്ര പരിശുദ്ധ നാമം ചൊരിഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുകയാണ്. ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. ഫ്രീ ആകട്ടെ കർത്താവ്. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. ഉച്ച മുതലുള്ള കാൽ വരെ ശരീരത്തിനകത്തും പുറത്തും ഒരുപോലെ ഒരു വലിയ സൗഖ്യം വ്യാപരിച്ചു തുടങ്ങാൻ കർത്താവിന് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിച്ചു വന്നത് മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും ആമേൻ സ്തോത്രം ആത്മനിറവ്
വ്യാപരിച്ചു തുടങ്ങണം. അപ്പം ആദം ഹവ്വയിൽ പാപം ചെയ്തത് നിമിത്തം അവർ അവിടെ നിന്നും അന്യപ്പെട്ടു പോയി, അവർ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. എന്നാൽ ആമേൻ സ്തോത്രം, അതിനുശേഷം അവരുടെ തലമുറകളെ നോക്കിയേ, കായീനും ഹാബേലും ആദ്യത്തെ കൊലപാതക പരമ്പര അവിടെ തുടങ്ങുകയാണ്. സ്തോത്രം സ്തോത്രം. അവരും പരാജയപ്പെട്ടു പോയില്ലേ? കണ്ടോ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ, തലമുറകളും ഒരുപോലെ പരാജയപ്പെട്ടു പോയ മേഖല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ ആ ബുദ്ധിമുട്ട്, ആമേൻ, ആ പാപത്തിന്റെ ആമേൻ സ്തോത്രം, ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പാപത്തിൻ്റെതായ ആമേൻ ഹല്ലേലൂയ, അത് അവരെ വേട്ടയാടുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. പാപത്തിന്റെ ശക്തി അവിടെ മുതൽ വ്യാപരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും ആ പാപത്തിന്റെ ആമേൻ ഹല്ലേലൂയ, പാപം ചെയ്ത് പരാജയപ്പെട്ടു പോയ ഒരു തരം. സ്തോത്രം. അടുത്ത പദത്തിലേക്ക് വരാം. ആമേൻ. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുകയും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദുഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവനിഷ്ഠം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിക്കുകയും. യജമാന ദാസ ബന്ധത്തിലും ആത്മനിറവ് വ്യാപരിക്കണം. വലിയവനും ചെറിയവനും എന്ന ബന്ധത്തിലും ആത്മനിറവ് വ്യാപരിക്കണം. മുതലാളിയും തൊഴിലാളിയും എന്ന ബന്ധത്തിലും ആത്മനിറവ് വ്യാപരിക്കണം. യജമാന ദാസ ബന്ധത്തിൽ ആത്മനിറവ് വ്യാപരിക്കണം. സമ്പത്തുള്ളവനെന്നും സമ്പത്തില്ലാത്തവനെന്നുമുള്ള ആത്മനിറവ് വ്യാപരിക്കണം. ഇന്ന് പകലിൽ യജമാനദാസ ബന്ധത്തിൽ ആത്മനിറവ് വ്യാപരിക്കപ്പെടണം. എന്നെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്രദമാകത്തുള്ളൂ. അപ്പൊ 5 മുതൽ ആമേൻ സ്തോത്രം. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മനിറവ് അനിവാര്യമാണ്. കുടുംബ ജീവിതത്തിൽ ആത്മനിറവ് അനിവാര്യമാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആത്മനിറവ് അനിവാര്യമാണ്. യജമാന ദാസ ബന്ധത്തിലും ആത്മനിറവ് അനിവാര്യമാണ്. ഇത് പകൽക്കാലം ആമേൻ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഒരാത്മനിറവ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഒരാത്മനിറവ് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആമേൻ എത്ര പേർ വിശ്വസിക്കുന്നു ഒരാത്മനിറവ് വെളിപ്പെട്ടു വരുവാൻ? ആമേൻ 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 ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. 10 മുതലുള്ള വാക്യം വായിച്ചാട്ടെ, 10 മുതൽ 20 വരെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തിനോടല്ല, വശങ്ങളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിൽ ഇഷ്ടമുള്ള സേനയുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സദവ സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധവർക്കും എടുത്തോളേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതിയുടെ കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരിക്കലും കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തിരുമ്പുകളെയൊക്കെയും തെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പേൻ. രക്ഷയെന്ന ശിരസ്സവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥന. ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വേദഭാഗത്തിനകത്ത് ഈ മരുഭൂപ്രയാണത്തിൽ നമ്മുടെ പോർക്കള ജീവിതത്തിൽ ആത്മനിറവ് ആവശ്യമാണെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മനിറവ് ആവശ്യമാണ്. പോർക്കള ജീവിതത്തിൽ ആത്മനിറവില്ലെങ്കിൽ പോർക്കള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. ഉദാഹരണം, പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു, ആത്മനിറവുള്ള മോശ അവസാനത്തെ 40 വർഷത്തെ പോർക്കളം താൻ ജയിച്ചു കയറി. ഹല്ലേലൂയ. എന്നാൽ തന്റെ കൂടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട അടിമത്തം പൊളിച്ച് ഫറവോന്യതലങ്ങളെ തകർത്ത് പുറത്തു വന്ന ആമേൻ സ്തോത്രം, ഫറവോന്യതലങ്ങളെ തകർത്ത്
പുറത്തു വന്ന ഇസ്രായേൽ ജനം 40 ലക്ഷം ജനം, ഹല്ലേലൂയ, അവർ തോറ്റുപോകാനിടയായി തീർന്നു. എന്താ തോറ്റുപോയതിന്റെ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ആത്മനിറവ് ഇല്ലാതെ പോയി. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തോട് പിറുപിറുത്തു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. കണ്ടോ, പോർക്കള ജീവിതത്തിൽ ആത്മനിറവ് നഷ്ടപ്പെട്ടു പോയ തലമുറ. എന്തെല്ലാം അത്ഭുതങ്ങളാ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിനെ പിളർന്നു കൊടുത്തില്ലേ? മോശയുടെ വടിയുടെ മുമ്പിൽ ചെങ്കടൽ പിളർക്കപ്പെട്ടില്ലേ? ഭക്ഷിപ്പാൻ ആമേൻ 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 മന്ന അവർക്ക് കൊടുത്തില്ലേ? ഇറച്ചി അവർക്ക് കൊടുത്തില്ലേ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണുമായി തമ്പുരാൻ ദൈവ സാന്നിധ്യം പോലെ നിന്നില്ലേ? അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ വണ്ണം തമ്പുരാൻ സൂക്ഷിച്ചില്ലേ? അവരുടെ ചെരുപ്പ് ആമേൻ 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 പൊട്ടിപ്പോകാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിച്ചില്ലേ? അങ്ങനെ ആമേൻ ആമേൻ പോർക്കള ജീവിതത്തിനകത്ത് ദൈവം എല്ലാം അവൻ ജനത്തിന് കൊടുത്തിട്ടും ആത്മനിറവില്ലായികയാൽ അത്ഭുതങ്ങൾ കണ്ട ജനം കൂടുതൽ കൂടുതൽ ദൈവത്തിനെതിരെ അവൻ ദൈവാത്മാവിനെതിരെ അവൻ സംസാരിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ആത്മനിറവോടെ ഞാൻ പറയാം, നമ്മുടെ പോർക്കള ജീവിതത്തിൽ, ഈ പോർക്കള ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പ്രമാണത്തിനു വേണ്ടി നിൽക്കാൻ ആമേൻ ഈ പോർക്കള ജീവിതത്തിനകത്ത് തീരുമാനമെടുത്ത ദൈവമൈതലേ, ആത്മനിറവില്ലാതെ ഈ പോർക്കള ജീവിതം അവൻ ജയിച്ചു തീർപ്പാൻ നിനക്ക് സാധ്യമല്ല. ആത്മനിറവുള്ള പൗലോസ് പറയുക, ഒട്ടനവധി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ നേരിട്ടു. എന്താ പൗലോസ് നേരിട്ടത്? കപ്പൽ ഛേദമുണ്ടായി, ആമേൻ ആമേൻ പൈതാഹം, പട്ടിണി, നഗ്നത, വാള്, ആപത്ത്, ആമേൻ സ്തോത്രം. കടലേത്, കരയേത്, പകലേത്, രാത്രി ഏതെന്നറിയാതെ കടലിന്റെ അകത്തളങ്ങളിൽ അകപ്പെട്ടു പോയത്, ശീതം, ഉഷ്ണം, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, ആമേൻ ആമേൻ, ഇങ്ങനെ ഒട്ടനവധി ആപത്തുകളിലൂടെയും അനർത്ഥങ്ങളിലൂടെയും തമ്പുരാൻ പൗലോസിനെ കൊണ്ടുപോകുമ്പോഴും അഞ്ച് പ്രാവശ്യം കോലുകൊണ്ടുള്ള അടി കൊണ്ടിട്ട് പൗലോസ് പറയുക, അവസാനം പറയുക, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് പകലിൽ ഒരു ഭക്തന് ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറയണമെങ്കിൽ, ഞാൻ ഓട്ടം തികച്ചു എന്ന് പറയണമെങ്കിൽ, നിശ്ചയമായിട്ടും ആത്മനിറവുള്ള അവൻ പോർക്കളത്തിൽ ആത്മനിറവോടെ ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. അനേകം തോറ്റുപോയ ഈ പോർക്കളത്തിനകത്ത് നീ ജയിച്ചു കയറാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. അനേകർ പരാജയപ്പെട്ടു പോയ ഈ പോർക്കളത്തിനകത്ത് നീ ജയിച്ചു കയറണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബം ജയിച്ചു കയറണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. ഇന്ന് പകലിൽ തോറ്റുപോയ ആരൊക്കെയോ, പരാജയപ്പെട്ടു പോയ ആരൊക്കെയോ, എവിടേക്കോ ശത്രുവായവൻ തകർത്തു കളഞ്ഞ ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. സഹോദര, ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു അവൻ ഈ പോർക്കള ജീവിതത്തിൽ അവൻ നീ ജയിച്ചു കയറണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടിയാണ് കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികൾ തമ്മിൽ അവൻ നിന്റെ പ്രതിയോഗിയായ പിശാചിന്റെ തലയെ അവൻ തകർത്തുകൊണ്ട് നിനക്ക് അവൻ എന്തെന്നേക്കുമായുള്ള ജയം തമ്പുരാൻ നിനക്ക് നൽകി തന്നത്. അവന്റെ പുണ്യാഹ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക, പോർക്കള ജീവിതത്തിനകത്ത് അവൻ ആത്മനിറവ് വ്യാപരിക്കണം. പോർക്കള ജീവിതത്തിൽ ആത്മനിറവുള്ളവർക്ക് മാത്രമേ ഈ പോർക്കള ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. അവൻ ഈ പോർക്കള ജീവിതത്തിനകത്ത് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. അയ്യോ, ഈ ജീവിതം നഷ്ടമാണെന്നല്ല പറഞ്ഞത്, അയ്യോ ഇത് പോരാട്ടമുള്ള ജീവിതമാണ് എന്നല്ല പറഞ്ഞത്. ഈ പോർക്കള ജീവിതത്തിൽ പൗലോസ് പറയുക, ഞാൻ നല്ല പോർ പൊരുതി. എനിക്ക് പോരാട്ടമുണ്ട് എന്നല്ല, എനിക്ക് ഞെരുക്കമുണ്ട് എന്നല്ല, എനിക്ക് കഷ്ടതയുണ്ട് എന്നല്ല, എനിക്ക് വേദനയുണ്ട് എന്നല്ല, അയ്യോ ഈ നശിച്ച ജീവിതം എന്നല്ല, മറിച്ച് ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് തന്നെ. പോർക്കള ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, ഓട്ടം തികച്ചു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, വിശ്വാസം കാത്തു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, ഒറ്റ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആർക്കാ? ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക്. ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഇന്ന് പകൽ നാം ചിന്തിച്ചത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് ആത്മനിറവ് വ്യാപരിക്കപ്പെടേണ്ടത്? 5 മേഖലകൾ. എഫെസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ 5 മേഖലകളെ പരിചയപ്പെടുത്തുന്നു. 5-ാം അധ്യായം 18-ാമത്തെ വാക്യം തുടങ്ങി 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വന്ന് അവസാനിപ്പിക്കുന്നത് വരെ 5 വിധത്തിലുള്ള മേഖലയ്ക്കകത്ത് ആത്മനിറവ് വ്യാപരിക്കണം, ആത്മനിറവ് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1,
വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മനിറവ് വെളിപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 2, കുടുംബ ജീവിതത്തിനകത്ത് ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. 3, മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 4, യജമാനദാസ ബന്ധത്തിൽ ആത്മനിറവ് വ്യാപരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. 5, പോർക്കള ജീവിതത്തിൽ ആത്മനിറവ് വ്യാപരിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മനിറവില്ലാതെ ഈ മരുഭൂമിയിൽ നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ സാധ്യമല്ല. ആത്മനിറവുണ്ടെങ്കിൽ മാത്രമേ ഈ മരുഭൂമിയെ ജയിക്കാൻ കഴിയൂ. ഈ മരുഭൂമിയിൽ ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല വഴി ആത്മനിറവ് മാത്രമാണ്. ആത്മാവിൽ നിറയുന്നവരായി തീരട്ടെ, അനേകരെ ആത്മനിറവിലേക്ക് നയിക്കുന്നവരായി തീരട്ടെ. മേ ഗോഡ്